ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, സിവിൽ സർവീസ് ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് തന്നെ IAS, IPS, IFS തുടങ്ങിയ വലിയ ലക്ഷ്യം നേടണമെന്ന് ആഗ്രഹിച്ചു പഠിക്കുന്ന അത് മനസ്സിൽ തലോലിച്ച് നടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനം മുതൽ തന്നെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന IAS ജൂനിയർ കോഴ്സ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഫൗണ്ടേഷൻ കോഴ്സ് പ്ലസ് ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് വളരെ കുറഞ്ഞ ഫീസിൽ നമുക്കൊരു സ്പെഷ്യൽ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു 2999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതെങ്ങനെയാണ് അത് വരുന്നത്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓഫർ എന്ന് പറയുന്നത് പുതിയ ബാച്ചിലോട്ട് കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, ഒരു 25 പേർക്കാണ് ആ ഓഫറിലോട്ടുള്ളത്. അപ്പം ആ ഓഫറിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യാം, ഇവിടെയുള്ള നമ്പറുമായിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ടോ ഉടൻ തന്നെ ബന്ധപ്പെടുക. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ അറിയാവുന്നതാണ്. ഓക്കെ, ആ ക്ലാസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സ്കൂൾ പഠനത്തെയും കൂടി നമുക്ക് പലപ്പോഴും ഹെൽപ്പാകുന്ന രീതിയിലാണ്, സഹായകരമാകുന്ന രീതിയിലാണ് നമ്മളെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ടൈമിങ്ങും സ്കൂൾ പഠനത്തെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിലാണ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെയും, അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇവിടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ UPSC-യുമായി ബന്ധപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്, മറ്റുള്ള കാര്യങ്ങൾ UPSC ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ്. ആ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്തിരിക്കുക. ഉടൻ തന്നെ വാട്സപ്പിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റ് ആ ഓഫറിൽ തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. ഓക്കെ, അപ്പം ജൂനിയർ കോഴ്സ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ തന്നെ സർവീസ് നേടാന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെ ലക്ഷ്യം വെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്കൂൾ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, അവർക്ക് പഠിക്കാൻ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, സ്കൂൾ പഠനത്തോടൊപ്പം UPSC നേടാൻ വേണ്ടിയാണ് നമ്മളുടെ മക്കളും ഇത്തരത്തിൽ IAS-ഉം IPS-ഉം IFS ഒക്കെ ആയി ഇത്തരത്തിൽ വലിയ പോസ്റ്റുകളിലും അത്തരം ഒരു ജോലികളൊക്കെ കാണുന്ന ഒരു അവസ്ഥ നമുക്ക് സന്തോഷകരമായിരിക്കും. അപ്പൊ അതിനുവേണ്ടി അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവർ അങ്ങനെ ലക്ഷ്യം വെക്കുന്ന അങ്ങനെ ഒരു ആഗ്രഹമുള്ള വിദ്യാർത്ഥികളെ അവരുടെ ഈ ചെറിയ സമയം മുതൽ തന്നെ അവർ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ മുതൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗോൾ സെറ്റ് ആയി കഴിഞ്ഞ് ഇത് എന്തുകൊണ്ട് നേടണം, എങ്ങനെ നേടണം എന്നുള്ളൊക്കെ വ്യക്തമായ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അത് അവരുടെ പഠനത്തെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, സഹായിക്കും. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് പുതിയ ബാച്ചിലോട്ട് വരുന്നത്. നിങ്ങൾക്ക് 2999 രൂപയാണ് അതിലേക്ക് ഫീസ് ആവുന്നത് ഫൗണ്ടേഷൻ ക്ലാസ്സിന്. ഓക്കെ, അപ്പൊ അത് 5ാം ക്ലാസ് മുതൽ 12 വരെയുള്ള ആർക്കും എന്ത് ചെയ്യാം, അതിലേക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുക, ഇവിടെ നമ്പറുമായിട്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക. എങ്ങനെയാണ് ഈ ക്ലാസ്സുകളും കാര്യങ്ങളും വരുന്നതെന്ന് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാമോ ഒന്ന് അറിയിക്കാം. ഓക്കെ, എങ്ങനെ ഞാനത് ജസ്റ്റ് അതിന് പൂർണ്ണമായിട്ട് ഈ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ ജൂനിയർ കോഴ്സ് എന്ന് പറയുന്നത് 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കുള്ളതാണ്. 5 മുതൽ +2 വരെയുള്ള ഏത് ഉദ്യോഗർക്കും ചേരാം. ഡിഗ്രിക്കാർക്ക് ക്ലാസ് ഉണ്ട്, അത് വേറെ ക്ലാസ് ആണ് വരുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഡിഗ്രിക്കാരാണുള്ളതെങ്കിൽ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ അതിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഒന്നാമതായിട്ട് അവരെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് IAS എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതാണ്, എന്തുകൊണ്ട് IAS എടുക്കണം, അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ റോൾ, നമ്മൾ വരുന്ന റോൾസ് എന്താണ്, അതുപോലെ നമ്മുടെ ഡ്യൂട്ടീസ് എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ അത് ജേറി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, നമുക്ക് കിട്ടുന്ന ഇൻസെന്റീവ്സ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് ഞാൻ IAS തിരഞ്ഞെടുക്കണം എന്നുള്ളത് എന്ത് ചെയ്യും, അവരെ സ്ട്രോങ് ആക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് IAS ഗോൾ സെറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ലക്ഷ്യം നേടുന്നതിന്റെ മുന്നേ ഫസ്റ്റ് ലക്ഷ്യം വെക്കാന്നുള്ളതാണല്ലോ. ഇപ്പൊ നമ്മൾ എന്ത് ജോലി, ഇപ്പൊ MBBS ഒരാൾ ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറുടെ ലക്ഷ്യത്തിലാണ് അതിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ IAS എന്നുള്ള ഒരാള് IAS എന്നുള്ള ലക്ഷ്യം ഉണ്ടായാലേ നമുക്ക് ഗോളിന് വേണ്ടി പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് വരെ നമ്മളിപ്പോ കളിക്കുമ്പോ 2 ഗോൾ പോസ്റ്റ് ഇല്ലെങ്കിൽ കളിയില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഇവിടെ കൊണ്ടുപോയി അടിക്കണം എന്നുള്ളത്. ആ അടിക്കണമെങ്കിൽ കളി വരെ ഉള്ളൂ. അപ്പൊ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതം എന്നുള്ള ലൈഫ് ആ കാര്യത്തിൽ എന്ത് ചെയ്യണം, ലക്ഷ്യം, നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകണമെങ്കിലോ നമ്മൾ അതിലേക്ക് എത്തണമെങ്കിലോ നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം വേണം. അപ്പൊ ആ ഗോൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ IAS എന്നുള്ള സ്വപ്നം പല ആളുകൾ ഇപ്പൊ എടുത്തിട്ടുണ്ടാവുക എന്തെങ്കിലും ചില മോട്ടിവേഷനിലൂടെ ആയിരിക്കും. ചിലപ്പോൾ IAS-മാരെ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെയും പറഞ്ഞ ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലായിരിക്കും. അപ്പൊ അത് തെറ്റാണെന്നല്ല, പക്ഷെ അത് ആ ഒരു മോട്ടിവേഷൻ നമുക്ക് എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ എന്തുകൊണ്ട് IAS ആവണം എന്നുള്ളത് ഒന്നും കൂടി ഗോൾ സെറ്റ് ആക്കണം. ഞാൻ IAS നേടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എനിക്ക് കിട്ടാൻ പോകുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, എനിക്ക് സമൂഹത്തോട് ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതിൽ സമൂഹത്തെ ഒരു വലിയ വിഭാഗത്തെ കരകയറ്റാൻ സാധിക്കുന്നത് എങ്ങനെയാണ്,
തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് IAS, എങ്ങനെ നേടാം, ഈസി ആണോ, ബുദ്ധിമുട്ടാണോ, ഇപ്പൊ ഞാൻ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഗോൾ സെറ്റിംഗിന്റെ ഭാഗമായിട്ട് ഡിഫറെന്റ് സെഷൻസിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത് സൂമിലൂടെയാണ് കേട്ടോ. എല്ലാ വീക്കിലാണ് ക്ലാസ് ഉണ്ടാവുക. അവരുടെ വീക്കെൻഡിൽ സ്കൂൾ പഠനത്തെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിലാണ്, സ്കൂൾ പഠനത്തെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ് വരുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം. അപ്പൊ അത് ഗോൾ സെറ്റിംഗ് ആണ്. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ പഠനത്തെ കൂടി സ്വാഭാവികമായിട്ട് സ്വാധീനിക്കും, ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ നല്ല ലക്ഷ്യം വെച്ച് IAS ആണെന്ന് ലക്ഷ്യം വെച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായിട്ടും മറ്റു വിദ്യാർത്ഥികളെക്കാളും കുറച്ച് പഠിക്കാൻ താല്പര്യം കാണിക്കും, പഠനത്തിലോട്ട് ശ്രദ്ധിക്കും. ഓക്കെ, പഠിച്ചു വരാൻ വേണ്ടി ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അവരുടെ പഠനം പല രീതിയിലും സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അതിന്റെ ഗുണം, ഗോൾ സെറ്റിംഗ്. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സബ്ജക്ട്സിന്റെ ഒക്കെ ബേസിക്സ് ചില കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവർ പഠിക്കേണ്ട UPSC-യുമായി ബന്ധപ്പെട്ട് അവർ പഠിക്കേണ്ട, IAS നേടാൻ വേണ്ടി അവർ പഠിക്കേണ്ട ബേസിക് സബ്ജക്റ്റിന് എല്ലാ ബേസിക്സ് ആണ് കേട്ടോ. ഭയങ്കര ഡീറ്റെയിലോട്ട് പോലെ, കാരണം കുട്ടികളെ പഠനം ഒരിക്കലും ബുദ്ധിമുട്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ സബ്ജക്ട് ഇപ്പൊ സയൻസ് ആവട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി ആവട്ടെ, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, ഇതിനൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ത് ചെയ്യും അവർക്ക് അതിന്റെ ഭാഗമായിട്ട് കൊടുക്കും. മാപ്പ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്, കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് അതിന്റെ ഭാഗമായിട്ട് ക്ലാസ്സിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കി മാറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യുന്ന, അത് വായിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യിക്കുന്നുണ്ട്. അതാണ് മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വ്യക്തമായ പ്രോസസ്സിലൂടെയാണ് അതൊക്കെ നടക്കുന്നത്. മൂന്നാമത് റൈറ്റിംഗ്, അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. റൈറ്റിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ് സ്കില്ലുകൾ, ഓക്കെ, ആൻഡ് ലിസണിംഗ് സ്കില്ലുകൾ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അത് അവരുടെ പഠനത്തെയും പിന്നീട് വരുന്ന UPSC പഠനത്തെയും അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസിനെയൊക്കെ എന്ത് ചെയ്യാണ് ബാധിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഈ സ്കില്ല് ഡെവലപ്മെന്റ് ഭാഗം. അതിന് കൂടെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്താണ് ഇതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പേഴ്സണാലിറ്റി, നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് രാജ്യത്തെ ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണ്ട കാര്യങ്ങൾ, ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ വൃത്തിയിൽ ചെയ്യാം, അതിന്റെ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ GK ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് അവരുടെ മറ്റുള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ GK ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഒരു അഹങ്കാരമായിട്ട് മാറുന്നതിലപ്പുറം കുറച്ച് അറിയുമ്പോൾ എനിക്കറിയാം, യഥാർത്ഥ അറിവ് കിട്ടുമ്പോൾ സത്യത്തിൽ ഡൗൺ ടു എർത്ത് ആവുക ചെയ്യാം, എലിമെന്റ് ആവും. APJ അബ്ദുൽ കലാം ഒക്കെ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. നല്ല GK ഡെവലപ്മെന്റ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കും. അതിന് വ്യത്യസ്ത സോഴ്സുകളും ക്ലാസ് മെറ്റീരിയലും ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിന് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ വീക്കിലി ഒക്കെ അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ വരുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. മറ്റൊന്ന് പറയുന്നത് അവരുടെ സ്കൂൾ സ്റ്റഡിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് റൈറ്റിംഗ്, റീഡിംഗ് സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയും സ്കൂൾ പഠനത്തെ ജസ്റ്റ് സ്കൂൾ ക്ലാസ്സുകളിലൂടെ എടുക്കുന്നല്ല, സ്കൂൾ പഠനത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എങ്ങനെ മെമ്മറി പവർ കൂട്ടാം, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ എങ്ങനെ കൂട്ടാം, എങ്ങനെ നന്നായിട്ട് നോട്ട്സ് തയ്യാറാക്കാം, എങ്ങനെ നല്ല ആൻസർ റൈറ്റിംഗ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യസ്ത സെഷനിലൂടെ കൊടുത്തുകൊണ്ട് അവരുടെ സ്കൂൾ പഠനത്തെ എന്ത് ചെയ്യുന്നുണ്ട് ബൂസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, ഗോൾ സെറ്റിംഗ്, അവരുടെ ഈ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട് ഡെവലപ്മെന്റ്, പിന്നെ സ്കൂൾ പഠനത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ബേസിക് ജൂനിയർ IAS ജൂനിയർ കോഴ്സ് പോകുന്നത്. അപ്പം ഒരു സ്പെഷ്യൽ ഓഫറിൽ ഞാൻ പറഞ്ഞു 6000 വരുന്ന പ്രോഗ്രാമാണ്, 6000 പ്ലസ് 4000 വരുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അതാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് ഇപ്പം 2999 രൂപക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് പുതിയ ബാച്ചിലോട്ട് 25 കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ. അതിനുശേഷം തന്നെ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് ആ ഓഫറിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ ആഗ്രഹത്തിന് നമ്മൾ ഒരിക്കലും തടസ്സമാവരുത്. നമ്മളും ഇന്ന് കാണുന്ന വലിയ വലിയ ഉന്നതങ്ങളിൽ എത്തിയ കുട്ടികൾ എത്തിയ ആളുകളുടെ പിന്നിൽ അവരുടെ രക്ഷിതാക്കളുടെ പങ്ക് വലിയ പങ്കാണ്. അത്തരത്തിലൊരു രക്ഷിതാവായിട്ട് നമുക്കും സാധിക്കണം. നല്ല അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, നല്ല ഓപ്പർച്യൂണിറ്റീസ്, നല്ല ക്ലാസ്സുകൾ, നല്ല അനുഭവങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലും മറ്റുള്ള എന്ത് ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഉള്ള നമ്പറുമായിട്ടോ എന്ത് ചെയ്യാൻ ബന്ധപ്പെടാവുന്നതാണ്. ജസ്റ്റ് വാട്സപ്പായി ബന്ധപ്പെടുന്നതായിരിക്കും ഒന്നുകൂടി നന്നാവുക. കാരണം നിരന്തരമായിട്ട് കോളുകൾ വരുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നം വരാം. എങ്കിലും വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.